ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് പിന്നെ ഒരു നല്ലൊരു സൺലൈറ്റൊക്കെ ഇവിടെ നല്ല സൂര്യൻ ചെറുതായിട്ട് ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നുണ്ട്. അതൊക്കെ നോക്കി പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ചായയല്ല കാപ്പിയാണ് കുടിച്ചത്. കാപ്പിയും കുടിച്ച് കുറച്ച് നേരം മുറ്റത്തൊക്കെ പോയി ഇങ്ങനെ ഇരുന്നാണ് ഞാൻ കാപ്പി കുടിക്കാറുള്ളത്. അത് കഴിഞ്ഞ് അമ്മ ഇന്ന് രാവിലെ ദോശയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് മീൻ വെട്ടി ക്ലീൻ ചെയ്ത് എനിക്ക് തന്നു. മീൻ കറി വെക്കാമെന്ന് ഓർത്ത്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ മീൻ കറിയൊക്കെ വെക്കാൻ പോകുന്നത്. മീൻ വെട്ടിയതിനകത്തുനിന്ന് മീൻ കറിയും വെക്കണം, വറക്കണമെന്നും വിചാരിച്ച്. അങ്ങനെ ഞാൻ വറക്കാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള മസാലയൊക്കെ തേച്ച് വെക്കാൻ പോവുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊക്കെ മീനിൽ തേച്ച് വെക്കാം. പിന്നെ എനിക്ക് മീൻ കറിയൊക്കെ വെക്കണം. ആദ്യമായിട്ടാണ് ഇതൊക്കെ സംഭവങ്ങൾ. അമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ തനിയെ ഇന്ന് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ചെയ്യുകയാണ്. എന്താവോ എന്തോ. ഇങ്ങനെ മീൻ മുളകൊക്കെ തേച്ച് മീനെല്ലാം തേച്ച് നന്നായിട്ട് കുറച്ച് നേരത്തേക്ക് വെച്ച് മീൻ കറി വെച്ച് കഴിഞ്ഞിട്ട് മീൻ വറക്കാമെന്ന് ഓർത്ത് പിന്നെ ചട്ടി വെച്ച് ആദ്യം കറിച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് കറിച്ചട്ടി വെച്ച് അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്കും കറിച്ചട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഗൈസ്. പൊട്ടിപ്പോയി. എൻ്റെ ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ മീൻ വൃത്തിയാക്കിയതിനൊക്കെ എടുത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് മീനകത്തിടാൻ അമ്മ കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കറിച്ചട്ടി പൊട്ടിയ സ്ഥിതിക്ക് കറിച്ചട്ടി മാറ്റി ചീനച്ചട്ടിയിൽ കറിയാക്കി എണ്ണയൊക്കെ ഒഴിച്ച് കടുകും ഉലുവായും ഒക്കെ ഇട്ട് എന്നിട്ട് അതിനകത്ത് അമ്മ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി അതിനകത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ എൻ്റെ അളവിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് കുടഞ്ഞിട്ട് അങ്ങനെയൊന്നും ചോദിക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ മീൻകറി വെക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അമ്മ വെക്കുന്നത് ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റേതായ രീതിയിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് മുളക് കറിയാണ് വെക്കുന്നത്. ഇനി ഒരു ദിവസം ഞാൻ തേങ്ങ അരച്ച് കറി വെക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. എല്ലാം ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഞാൻ കൊടുത്ത് എല്ലാവരും നോർമലി വീട്ടിൽ മീൻകറി വെക്കുന്ന പോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിനകത്ത് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഞെരടിയിട്ട് പുളിയായിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഞാൻ നമ്മുടെ മീൻ കറിയുടെ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ഇത് മറ്റേ നന്ദനം എന്ന് പറയുന്ന മീനാണ്. മറ്റേ പുഴമീനില്ലേ, അതാണ് നന്ദനം എന്ന് പറയുന്ന മീനാണ്. അതൊക്കെ മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി മൂടി വെച്ച് കൊടുത്ത് ഇനി മീൻകറി അവിടെ നിന്ന് വേകട്ടെ എന്ന് ഓർത്ത് ആ സമയത്ത് ഞാൻ അപ്പുറത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് മീൻ നന്ദനെ വറക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എനിക്കൊരു കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛന്. അത് ഞാൻ വറുത്ത് പിന്നെ ഞാൻ മീൻകറിയും കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ തലയിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് കഴിക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഫേസിൽ തേച്ച്, കാരണം ഫേസ് നല്ല ഡ്രൈ ആയിട്ടായിരിക്കണം. മോയ്സ്ചറൈസറൊക്കെ തേച്ച് കൊടുത്ത് അങ്ങനെ എൻ്റെ കുളിയൊക്കെ പാസ് ചെയ്ത് വന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ പുതിയ ഡ്രസ്സാണ് ഗൈസ്. അതൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. ഇന്ന് ഞങ്ങൾക്ക് ചോറും ഞാൻ വെച്ച മീൻ കറിയും മീൻ വറുത്തതും പിന്നെ മോര് കറി ഉണ്ടായിരുന്നു. മോരമ്മ നേരത്തെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ മീൻ കറിയൊക്കെ എടുത്ത് 2 കഷ്ണം മീനൊക്കെ എടുത്ത് പിന്നെ കുറച്ച് മീൻചാറൊക്കെ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചുകൊണ്ട് പറയുന്നതല്ല ഗൈസ്, കൊള്ളാമായിരുന്നു. അമ്മ മാത്രം കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ച്. പിന്നെ ഞാൻ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്പിളിമാമനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ കണ്ട് കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇറങ്ങി നടന്ന്. ഇതാണ് ഞങ്ങളുടെ റാണിമോള്. വീട്ടിൽ വന്നതാണ്. വീട്ടിലല്ല, അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ്. ഇവിടെയാണ് നിൽക്കാറുള്ളത്. പിന്നെ ഞാനിങ്ങനെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് പിന്നെ വൈകിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.